നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഷോള് ബ്ലൗസ് ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. ഇന്നും കൂടെ കൊണ്ട് നമുക്ക് ബ്ലൗസിൻ്റെ പരിപാടി താൽക്കാലികമായി അവസാനിപ്പിക്കാം എന്നോർത്താണ്. കാരണം ബ്ലൗസിന് ഓണമല്ലേ, അതുകൊണ്ട് അതുപോലെ ആൾക്കാരുടെ ആവശ്യമുള്ള ഒരു സാധനമായതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഫങ്ഷൻ വെയർ ബ്ലൗസ്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഇതിനകത്ത് ഇപ്പം ഇന്ന് കാണിക്കുന്ന ബ്ലൗസ് മുഴുവൻ 40 സൈസ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഓൾട്ടർ ചെയ്യണം. 40 സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാ സൈസാണ്, അല്ലാതെ M2XXL നമ്മൾ കുർത്തിക്കെടുക്കുന്ന സൈസല്ല. അപ്പം 40 സൈസിന് താഴോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ 40-ന് മുകളിലോട്ടുള്ള ഇപ്പം 42 സൈസുള്ള ആൾക്കും ഉപയോഗിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. കണ്ടോ, ഇവിടുന്ന് ഇത്രയും ബാലൻസ് ഉണ്ട്. ഇത് ഏകദേശം ഒരു 1.5 ഇഞ്ച് വരും, ഈ സൈഡിലും 1.5 ഇഞ്ച് വരും, 3 ഇഞ്ച് വരെ വരും. പക്ഷേ അത് റിസ്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താൽ റിസ്ക് എടുക്കണമെങ്കിൽ എടുക്കാം. എന്നു ചോദിച്ചാൽ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി വ്യത്യാസമുണ്ടായിരിക്കും. ഞാൻ ഈ ബ്ലൗസ് കാണിക്കുമ്പോഴെല്ലാം ഇതെല്ലാം പറയുന്നത്, എന്നാലും പറയുക എന്ന് വെച്ചാൽ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. ഇത് ആരാണ്ട് പറഞ്ഞ പോലെ ഇട്ട് കാണിക്കണം എന്ന് ആരാണ്ട് ഒരു കമൻറ്റ് പറയുന്നത് കേട്ടു, കമൻറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടു. റിട്ടേൺ റീഫണ്ട് എക്സ്ചേഞ്ച് ഇല്ല, ഇട്ട് കാണിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ, എനിക്ക് ബ്ലൗസ് ഇട്ടുകൊണ്ടൊന്നും ഇങ്ങനെ നിന്ന് കാണിക്കാൻ എനിക്ക് ഏതായാലും പറ്റത്തില്ല. എനിക്കത് കുറച്ചുള്ള ബ്ലൗസ് വെച്ചോടം മതി. ഇത് വാങ്ങിച്ച് പാകമായ ആയിരക്കണക്കിന് ആൾക്കാർ നമുക്കുണ്ട്. ഞാൻ അഹങ്കാരം പറയാമെന്ന് ഓർക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെ ഒരു രീതി പറയുന്നതല്ല. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ബ്ലൗസ് കാണിക്ക്, വിദ്യയെ കാണിക്ക്, എന്ത് ബ്ലൗസ് എന്നാ ഈ ആഴ്ച ഉണ്ടോ ചോദിക്കും. അവർക്കത് ആപ്റ്റായതുകൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അല്ലാതെ ഞാൻ ഇട്ട് കാണിച്ച് ബ്ലൗസും ഇട്ടോണ്ട് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഒരു ബ്ലൗസ് കച്ചവടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രേ ഉള്ളൂ. വേറെ അഹങ്കാരം പറഞ്ഞല്ല, എനിക്ക് പറ്റത്തില്ല. പറ്റുന്നവരുണ്ടാകാം, എനിക്ക് പറ്റത്തില്ല. പിന്നെ ഇത് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. ഞങ്ങൾ ഈ ബ്ലൗസ് വിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എനിക്ക് വളരെ 1000 പേർക്ക് കൊടുത്ത 1-2 പേർക്കേ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളൂ. ആർക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. വെച്ച് തയ്ച്ച പോലെയാണെന്നാണ് കൂടുതൽ പേര് ഫീഡ്ബാക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ ഷൂട്ടോ അടിക്കുന്നതല്ല, ശരിക്കും പറയുന്നതാണ്. കാരണം നമുക്കൊരു സാധനം ഇപ്പം നമ്മളുടെ സ്ഥിരം ടൈലർ ആണെങ്കിൽ പോലും ചിലപ്പം തയ്ച്ചാൽ ഒക്കത്തില്ല. അത് തയ്ക്കുമ്പോൾ ചിലപ്പം വരും, അത് മനുഷ്യനല്ലേ ചെയ്യുന്നതല്ലേ. അപ്പോൾ എന്നും തയ്ക്കുന്ന ആളാണെങ്കിൽ പോലും ചിലപ്പോൾ തയ്ച്ചാൽ മിസ്റ്റേക്സ് സംഭവിക്കാം. പക്ഷേ ഇത് ഒത്തിരി പേർക്ക് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് മജോറിറ്റി. ഇതിപ്പോൾ 40 സൈസിൽ താഴെയുള്ള ആര് വേണമെങ്കിലും എടുത്താലും അവർക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരും. കുർത്തി അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്ന പോലെ തന്നെ ഓൾട്ടർ ചെയ്യേണ്ടി വരും. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ഓൾട്ടറേഷൻ ഒന്നുമില്ല. ഇത് ചിലർ മനസ്സിലാക്കി വെച്ചേക്കുന്ന പോലെ പ്രത്യേകിച്ചൊരു ഓൾട്ടറേഷൻ ഒന്നുമില്ല. ഇത് സൈഡിൻ്റെ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം, ഇവിടുത്തെ വണ്ണം, കൈയുടെ വണ്ണം അത് അളന്നിട്ട് ആ വണ്ണത്തിൽ ഇത് ആക്കിയെടുക്കുക. ഈ ഭാഗത്തുമാണല്ലോ ആ ഒരു സംഭവം വരുന്നത്, ആക്കിയെടുക്കുക. ഇതിപ്പോൾ വന്നിട്ട് പ്രിൻസസ് കട്ടല്ല, ഇങ്ങനെ ടക്കിട്ടിരിക്കുക. ഇതുണ്ട്, ഇവിടെ ടക്കിട്ടിരിക്കുകയാണ്. ഫ്രണ്ട് ഓപ്പൺ ആണ്. പാർട്ടി വെയർ ബ്ലൗസാണ്. നല്ല എന്നാ പറയുന്നത്, നിങ്ങൾക്ക് കേരള സാരിക്കൊക്കെ നല്ല ആപ്റ്റത്തെ കൂടെ കോപ്പർ ഇതാണ് ചെയ്തിരിക്കുക, നിറച്ചും വർക്ക് ചെയ്തിരിക്കുക. എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും എല്ലാം ആയിട്ട്. ബാക്ക് നെക്ക് കണ്ടമാനം ഇറങ്ങിയിട്ടില്ല. ബാക്ക് നെക്ക് അത്യാവശ്യം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, കൂടുതലായിട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ബ്ലൗസിനൊക്കെ ഞാൻ ഈ ബ്ലൗസ് തരുന്നത് ഇതിനകത്ത് പറയാൻ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ഒരു മെമ്മറിക്ക് കിട്ടുന്നതിൻ്റെ മാക്സിമം പറഞ്ഞ് തന്നെയാണ് ഇത് തരുന്നത്. കാരണം ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കി തരാവുന്ന അത്രയും മാക്സിമം മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് അല്ലാതെ ബോധ്യമുള്ളവർ വാങ്ങിച്ചാൽ മതി തന്നെ, അല്ലാത്തൊരു റിസ്ക് എടുക്കണ്ട. അപ്പോൾ കുഴപ്പമില്ലല്ലോ. പിന്നെ എന്താ പറയാനുള്ളത് ഇതിനെപ്പറ്റി, ലൈനിങ് വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് ഓപ്പൺ ആണ്. പിന്നെ ബാക്ക് നെക്ക് ഇത്രയൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ, ഒത്തിരി ഇറങ്ങിയിട്ടില്ല, ആവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് സൈസാണ് ലെങ്ത്തൊക്കെ എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ 10 പേരെ എടുത്തിട്ട് അതിലൊരു 8 പേർക്കും ആകുന്ന സൈസാണ് വെച്ചാണ്. ഒരു റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം അങ്ങനെയാണല്ലോ തയ്ക്കുന്നത്. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ അതിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. അങ്ങനെയാണല്ലോ കുർത്തിയാണെങ്കിലും തയ്ക്കുന്നത്. പിന്നെ ഇത് പാഡാണ്. പാഡ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ ഇവിടെ അഴിക്കുന്ന കൂട്ടത്തിൽ ആ പാടങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ പറയാൻ. ഇതാണ് ആദ്യത്തെ കളറ്, ബോട്ടിൽ ഗ്രീൻ വിത്ത് കോപ്പർ. നല്ല എല്ലാം നല്ല കളേഴ്സാണ്. പിന്നെ ഈ പറയുന്ന പോലെ കഴിഞ്ഞതിനൊക്കെ ഇതിലൊക്കെ ഒത്തിരി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇതിന് സ്റ്റോക്കില്ല. ഇത് പ്രിൻസസ് കട്ടാണല്ലോ, ഇത് പ്രിൻസസ് കട്ടാണ്. അയ്യോ സോറി, ഇതും പ്രിൻസസ് കട്ടാണ്. എൻ്റെ അമ്മേ, അത് പ്രിൻസസ് കട്ടാണ്.
ഇതും പ്രിൻസസ് കട്ടാണ്. ഇതാണ് നല്ല പീക്കോക്ക് ബ്ലൂവിൻ്റെ ഡാർക്ക്. കൂടുതൽ കാണിക്കേണ്ടല്ലോ, ഇത്രേ ഉള്ളൂ, ഒന്നുമില്ല. അല്ല, ഈ വള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ ഒരു സ്റ്റൈലായിട്ട് അവിടെ ഇരുന്നോട്ടെ. നമ്മൾ പാർട്ടി വെയർ ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഇടുന്നതാണല്ലോ, അല്ലാതെ എപ്പോഴും അങ്ങനത്തെ ആണല്ലോ. അപ്പോൾ അതിനാ ഒരു വള്ളിയൊക്കെ ഉള്ളത് ഇച്ചിരി നല്ലതാണ് അല്ലേ. ഇത് ബ്ലാക്ക്, വളരെ ഞാൻ പറയാം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ, ഒത്തിരി സ്റ്റോക്കില്ലേ. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിലാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത്. സ്ക്രീനിൽ ഏത് നമ്പറാണോ ആ നമ്പറിൽ ബുക്ക് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ സ്ഥിരം മേടിക്കുന്നവരുടെ എല്ലാം കയ്യിലൊരു നമ്പർ സേവ് ചെയ്തിട്ട് കാണും. അതല്ല, സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുള്ളൂ. റെഡ് എന്ന് പറയുമ്പോൾ ഒരു ചില്ലി റെഡ്, പിങ്ക്, ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത. കൈ എൽബോയുടെ മേളിൽ, തൊട്ട് മേളിൽ. എന്നാ പറയുന്നത്, സ്കൈ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. മെറൂൺ. എല്ലാം ഒരു മോഡലും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒന്ന് തന്നെയാണ്. 40 സൈസ് എന്ന് പറയുന്നത് 40 സൈസ് ബ്രാ സൈസ് താഴോട്ടുള്ളവർക്കും ഇടാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഓൾട്ടർ ചെയ്യണം. വലുതായി പോയി, ഇച്ചിരി വലുതാന്ന് തോന്നും. ഓൾട്ടർ ചെയ്ത് ഇത്രയും വെച്ച് അടിച്ച് ചെറുതാക്കിയിട്ട് അകത്തുനിന്ന് കട്ട് ചെയ്ത് കളയണം. ഓവറായിട്ടുള്ള പീസ് കട്ട് ചെയ്ത് കളയണം, അത്രേ ഉള്ളൂ. 32, 36, 34, അല്ല 32, 34, 36, 38, 40 ഇത്രയും പേർക്ക് അതെടുക്കാം, ഇതെടുക്കാം. അടുത്തത് ഇത് വേറൊരു മോഡലാണേ. ഇതിൻ്റെ കയ്യിലാണ് വർക്ക്, നിറച്ചും വർക്കുണ്ട്. ഇത് സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലല്ല ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും നെക്കിൽ ഇതുപോലെ വർക്കുണ്ട് കേട്ടോ. ചന്ദന കളറ് അല്ലെങ്കിൽ ക്രീം കളർ. ഇതിൻ്റെ ബാക്ക് നെക്ക് ഒരു ഓവൽ ഷേപ്പാട്ടോ, ചെറിയൊരു ഓവൽ ഷേപ്പിലാണേ. ഭയങ്കര ഓവലല്ല, ഭയങ്കര ഷേപ്പ്. നെക്ക് കയ്യിൽ ഇതുപോലത്തെ വർക്ക്. ഇത് ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത, അല്ല റാണി പിങ്ക് ഒക്കെ ഇല്ലേ, ആ ഒരു കളർ കേട്ടോ. റാണി പിങ്ക് വരുന്ന ഒരു കളർ. ഇതൊക്കെ കേരള സാരിക്ക് നിങ്ങൾ നോക്കി ഗോൾഡൻ ഇത് വന്നേക്കുന്നുണ്ട്. ആ കേരള സാരിക്ക് നല്ലതായിരിക്കും. പ്ലെയിൻ ആയിട്ടുള്ള കേരള സാരി ആണെങ്കിലും ഈ കളറുള്ള കേരള സാരി ആണെങ്കിലും സെലക്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ആ ഒരു സിൽക്ക്, കേരള സാരിക്ക് എപ്പോഴും സിൽക്കിൻ്റെ ഇത് വരുന്ന ബ്ലൗസ് ഇടുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പക്ഷം. അറിയില്ല, ഓരോരുത്തർക്കും ഓരോ പക്ഷമാണല്ലോ. കോട്ടൺ ബ്ലൗസൊക്കെ ഇട്ടാൽ ഭയങ്കര സിമ്പിളായിപ്പോവും. ഇച്ചിരി പാർട്ടിക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി സിൽക്കായിട്ടുള്ളത് ഇടുന്നതായിരിക്കും നല്ലത്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് വർക്ക്, എംബ്രോയ്ഡറി വർക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ എല്ലാം പാഡഡാണ്. 40 സൈസ് വരെയുള്ളവർക്ക് ഇടാം. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഇത് ഉറപ്പായിട്ടും തീർന്നില്ലേ, ഓൾട്ടർ ചെയ്യണം. ഓൾട്ടർ ചെയ്യാതെ ഇടാൻ പറ്റുമെന്ന് വളരെ ചിലർക്ക് ഒന്നും ചെയ്യണ്ട, ചിലർക്ക് കറക്റ്റാന്ന് പറയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ ബോഡി ഷേപ്പ് വ്യത്യാസമായി. ഇപ്പം 40 സൈസുള്ള ഒരു ബ്രാ സൈസുള്ള എല്ലാവരെയും 10 പേരെ എടുത്താൽ 10 പേരുടെയും ബോഡി ഷേപ്പ് 10 ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആക്കിയെടുക്കണം. ചില്ലി റെഡ്, തീർന്നല്ലേ. ബ്ലൂ, സ്കൈ ബ്ലൂ ആണോ പീക്കോക്ക് ബ്ലൂ ആണോ, ടീൽ ബ്ലൂവിൻ്റെ ഡാർക്ക്. ബാക്ക് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത്, ബുക്ക് ചെയ്യേണ്ടതും. നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട്, അത് ഷോപ്പിലുള്ള നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വൈകിയാലും പിറ്റേ ദിവസം 9:30 ശേഷം റിപ്ലൈ കിട്ടും. ആരും അതോർത്ത് റിപ്ലൈ തന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. 9:30 ശേഷം പിറ്റേ ദിവസം, അതായത് ഇന്നിപ്പോൾ വൈകിട്ടാണ് ഈ വീഡിയോ, ഇന്നിപ്പോൾ വൈകിട്ടെന്നല്ല, വൈകുന്നേരമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 9:30 ശേഷം റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അന്ന് കിട്ടിയില്ല എങ്കിൽ ആൾക്കാരുടെ സൗകര്യം അനുസരിച്ചായിരിക്കും ബുക്കിംഗ് എടുക്കുന്നത്. എന്നാണേലും റിപ്ലൈ കിട്ടിയിരിക്കും.
പിന്നെ അടുത്ത ദിവസങ്ങളിൽ നല്ല സാരികളും ചുരിദാർ സെറ്റും കുർത്തിയും ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് പിന്നെ മറ്റേ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.